हरे कृष्ण 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 हरे राम राम हरे कृष्ण 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 हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण 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 हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण हरे राम कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण हरे हरे कृष्ण कृष्ण हरे कृष्ण कृष्ण हरे हरे कृष्ण कृष्ण हरे हरे कृष्ण कृष्ण हरे कृष्ण कृष्ण हरे हरे कृष्ण कृष्ण हरे हरे कृष्ण कृष्ण 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 हरे कृष्ण हरे कृष्ण कृष्ण हरे कृष्ण हरे कृष्ण 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 हरे कृष्ण 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 हरे कृष्ण कृष्ण हरे 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 कृष्ण
കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാം 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 ഹരേ ഹരേ हरे कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदाम हरे कृष्ण। माताजी थैंक यू माताजी। हरे कृष्ण प्रभु जी, प्रणामम प्रभु जी। हरे कृष्ण माताजी, हरे कृष्ण। എല്ലാവർക്കും സ്വാഗതം। രാധാമാധവ ടെമ്പിൾ മാംഗ്ലൂരിന്റെ 18 ദിവസം കൊണ്ട് അധ്യായം ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഞാൻ പറയാൻ നേരത്തെ ഒറ്റ ദിവസം കൊണ്ടല്ല അത്ര കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 50ാമത്തെ ബാച്ചിന്റെ 17ാമത്തെ അധ്യായമാണെന്ന്. എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ജ്ഞാനാഞ്ജനശലാഘ തസ്മൈ ശ്രീഗുരവേ നമഃ. ഈ ചൈതന്യ മനോപുഷ്ടം സ്ഥാപിതം യേന ഭൂതേ സ്വയം ഗുരു കഥാമഹ്യം തഥാ വിശ്വതാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വിഷ്ണുവാംശ ശ്രീരൂപം സാഗരജാതം സാഗണരഘുനാഥാനിതം തസ്സജീവം സാധയുധം സാവധൂതം പരിതം സഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദം സാഗണലളിത ശ്രീ വിശാഖാം ച നിത്താം ച ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപികാന്താരണ ഭക്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനെ ശ്രീ വൃഷഭാനുശ്വരേ ദേവി പ്രിയ വാഞ്ചാകൽപതരൂപ കൃപ സിന്ധോപ്യ പതിതാനം പാവനേഭ്യ വൈഷ്ണവേ നമോ. നമോ വിഷ്ണുപാദ കൃഷ്ണപേഷ്ഠായ ഭൂത ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി ഹരിനാമിനെ നമസ്തേ സാരസ്വതേ ഗൗരവാണി പ്രചാരിണ നിർവിശേഷ ശൂന്യവാദി പാർത്ഥാചരണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे. നമ്മളിപ്പോ ജ്ഞാനയോഗത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. 13ാമത്തെ അധ്യായത്തിലെ ഭഗവാൻ ജ്ഞാനത്തിന്റെ വിഷയങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ത്രിഗുണങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയാണ് 14ാമത്തെ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തന്നു. 15ാമത്തെ അധ്യായം എന്നപ്പോൾ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ള ഡിക്ലറേഷൻ ചെയ്തു കഴിഞ്ഞു. 16ാമത്തെ അധ്യായം, അത് ഇന്നലെ കണ്ടതില് ഭഗവാൻ എന്താ പറയുന്നത്? എന്തു ചെയ്യണം, എന്തു ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമ നിബന്ധനകൾ പഠിച്ച് അറിഞ്ഞ ശേഷം മാത്രം പ്രവർത്തിക്കുക. തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കും. അപ്പൊ ഉന്നതി പ്രാപിക്കാനുള്ള ഏറ്റവും വലിയൊരു തത്വം ഭഗവാനോട് പറഞ്ഞു. നേരത്തെ 16ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ പറഞ്ഞല്ലേ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കണം വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ് എന്നുള്ളത് അല്ലെ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. ഭഗവാൻ പല പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ത്രിഗുണങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം പറഞ്ഞു തന്നു. ദേവാസുരങ്ങളുടെ സ്വഭാവങ്ങൾ പറഞ്ഞു തന്നു. ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് അറിയണം. കാരണം ഭഗവാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ആ സ്വഭാവങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തി നമ്മൾക്ക് തന്നെ കാണുമ്പോൾ നമ്മൾക്ക് അറിയണം നമ്മൾ ഏത് തലത്തിലാണ് ഇരിക്കണമെന്നുള്ളത്. നമ്മൾക്ക് അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ചെയ്യുമ്പോൾ മാത്രമാണ് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യാണ്ടിരിക്കാണ്ടായിട്ടുള്ളതും ചെയ്യുന്നത് അല്ലേ. അങ്ങനെയുള്ള ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് നമ്മളെ കുറേശ്ശെ ഉയർത്തി ഈ തമോ ഗുണത്തിലിരുന്ന് രജോ ഗുണത്തിനും സത്വഗുണത്തിൻ്റെ ശുദ്ധ സത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഭഗവാൻ നമ്മളെ ടോട്ടൽ സറണ്ടറിങ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഭഗവാനിലെ നമ്മൾ ടോട്ടൽ സറണ്ടറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ഭയപ്പെടാനില്ല. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാന് വേണ്ടി ചെയ്യുക. പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാൻ, നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കൽ ഏറ്റവും വലിയ കാര്യമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലേ. പിന്നെ നമ്മളായിട്ട് എന്തിനാ മാറ്റുന്നത്? നമ്മൾ കഴിയുന്നത് എല്ലാ സമയത്തും പ്രത്യേകിച്ച് ഏർലി മോർണിംഗിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരവനചാരി ജയ കുഞ്ച വിഹാരി
ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ പ്രഭുപാ ജയ പ്രഭുപാ ജയ പ്രഭുപാ ജയ പ്രഭുപാ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഹരേ കാണാം കൃഷ്ണ. പ്രഭുജി. ഹരേ ആ കൃഷ്ണ. കാണാം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മളിപ്പോ അധ്യായം 17ലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധാവിഭാഗങ്ങൾ എന്നെ പേര് പ്രഭുപാദർ കൊടുത്തിരിക്കുന്ന പേര് അതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 4 അധ്യായങ്ങൾ കണ്ടു. ആ അധ്യായങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അർജുനന് യൂഷ്വൽ ഒരു സംശയം തോന്നുകയാണ്. എന്താണ്? ശാസ്ത്രവിധി മുജ്യസ്യ യജന്തേശത്തന്യുത തേഷാ നിഷ്ഠത് കാ കൃഷ്ണ സത്വ ആഹോ രജസ്തഥാ. അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച്, അല്ലെ 16ാമത്തെ അധ്യായം തീരുന്നതാണ്, ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് ശാസ്ത്രവിധിപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഉന്നമനത്തിന് പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത്, അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവന അനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്വ രജ തമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത്? അപ്പോൾ ഭഗവാൻ പറയേണ്ട ഈ ഭൗതിക പ്രകൃതിയുടെ കൊണ്ട് നടക്കുന്നതും അതിലിരിക്കുന്ന ഈ ജീവസത്തകളെ ബന്ധനസ്ഥായിട്ടിരിക്കുന്ന എല്ലാത്തിൻ്റെ കാരണം എന്താണ്? ഈ ത്രിഗുണങ്ങളാണെന്നല്ലേ, ഭഗവാനിൽ നിന്നുള്ള ത്രിഗുണങ്ങളാണെന്ന് ഇതിന്റെ പ്രധാന കാര്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. നമ്മളോടും പറയുന്നത് ഗുണാതീതനായിട്ട് അത് ഈ 3 ഗുണങ്ങളെയും ജയിച്ചു വേണം നമുക്ക് മുന്നോട്ടേറാമെന്നും പ്രത്യേകം പറയുന്നുണ്ട്. അതിനെ പറ്റിയാണ് അർജുനൻ ചോദിക്കുന്നത്, സത്വരജ തമോ ഗുണങ്ങൾ ഏതാണ് അവരിൽ കാണുന്നത്? സത്വാനുരൂപ സർവസ്യ ശ്രദ്ധ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യച്ഛത്ത സ ഏവസ. വ്യത്യസ്തമായ പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതനുസരിച്ച് അല്ലയോ ഭരതശ്രേഷ്ഠ, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു. താൻ ആർജിച്ച ഗുണങ്ങൾക്കനുസരിച്ച് ജീവസത്തുക്കളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരെന്ന് പറയപ്പെടുന്നു. അപ്പൊ നമ്മളിവിടെ സൈഡിൽ ഒരു 3 പടം കൊടുത്തിട്ടുണ്ടല്ലേ. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന പടങ്ങൾ ദേവന്മാരുടെ പടങ്ങളാണ്. അതിന് താഴെയുള്ളത് അല്ലാത്ത ആസുരിക സ്വഭാവമുള്ള ആൾക്കാരെയാണ്. ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നു പ്രേതഭൂതങ്ങളുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഗുണങ്ങളെ അനുസരിച്ച്, അല്ലെ, നമുക്ക് 3 ഗുണങ്ങളുണ്ടെന്ന് പഠിച്ചു. ആ 3 ഗുണങ്ങളനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അതിന് വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് അതിനെ നേരെ തിരിച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളിലുള്ള ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കാറുണ്ട്. രജോ ഗുണത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നല്ല, ഇന്ന ആൾക്കാരെ പ്രാർത്ഥിക്കുന്നവരുടെ സ്വഭാവം ഇതായിട്ട് വരാൻ വഴിയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ നമ്മൾ റിവേഴ്സലായിട്ട് എടുത്ത് നോക്കുക അതിനെ. ഹരേ കൃഷ്ണ. എന്നിട്ട് പറയണേ, യച്ഛന്റെ സ്വാത്വികാദേവൻ യക്ഷ രക്ഷാംസി രാജസ പ്രേതാൻ ഭൂത ഗണാംചന്യേ യജന്തേ താമസാ ജന. സാത്വികരായ ജനങ്ങൾ ദേവന്മാരെ പ്രാർത്ഥിക്കുന്നവർക്ക് സാത്വിക സ്വഭാവമാണ്. അതുപോലെ തന്നെ ആസുരിക സ്വഭാവം അസുരന്മാരെ പറ്റി അറിയാം. അവർ മോസ്റ്റ്ലി അവരെന്താ ചെയ്യുന്നത്, അവരെ തന്നെയാണ്, അല്ലെ, ഹിരണ്യകശിപൊക്കെ ചെയ്യുന്ന അവരെ തന്നെ. ഹിരണ്യകശിപു എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവര് അല്ലാത്ത ആൾക്കാരെയും അവർ പൂജിക്കുന്ന, രാവണന്റെ കാര്യമൊക്കെ നമുക്കറിയാം, രാവണനെ പ്രാർത്ഥിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ വലിയവരാണ്, ഭഗവാൻ അല്ല വലുത്, ഞാനാണ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്ന, അല്ലെങ്കിൽ എന്നെ ദൈവമായിട്ട് കണ്ടിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു നടക്കുന്ന, സ്വയമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളും അവര് പറഞ്ഞാണ് ആസുരിക സ്വഭാവമുള്ളവരായിരിക്കുന്നത്. പിന്നെയോ ഭൂതപ്രേതാദികൾ നമ്മുടെ സ്ഥലത്തും പല ആൾക്കാരും പറയുന്നുണ്ട്, ചാത്തന്മാരെ സേവിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സേവിച്ചു, ഇങ്ങനെ സേവിച്ചു, ഇങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഇപ്പോഴത്തെ അറിയില്ല, പണ്ട് കാലത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതേമാതിരിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നവർ തമോ ഗുണികളായിരിക്കും എന്ന് പറയണേ. ഹരേ കൃഷ്ണ.
അതായത് പറയുന്നത് സത്വഗുണമുള്ള ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ എന്നിവർ ദേവന്മാരെ പലരുണ്ട്. അവരെ സാത്വിക ഗുണങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. അല്ലാത്തവരെ ലോകമഹായുദ്ധകാലത്ത് പ്രഭുവ പറഞ്ഞ വെച്ചാൽ ഇവൻ ഹിറ്റ്ലറെ വരെ പ്രാർത്ഥിച്ച ആൾക്കാരെന്നാണ് പ്രഭുപാദർ പറയുന്നത്. ഹരേ കൃഷ്ണ. എന്നിട്ട് പറയാണ് കാമം, കാമം, ആസക്തി എന്നിവയിൽ പ്രീതരായി അഹംഭാവത്തോടുകൂടി സ്വശരീരത്തിലെ ഭൗതിക മൂലകങ്ങളെയും ശരീരത്തിൽ കൂടി കൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്ത കഠിന തപസ് അനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ അസുരന്മാരാണ്. ഈ പടം നമ്മൾ ഇതിനു മുമ്പ് 2-ാം അധ്യായത്തിലും കാണേണ്ടതല്ലേ. 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നത് ഇതിനെപ്പറ്റി, ഭഗവത്ഗീതയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് പിന്നെ അതിനെ ഓരോ അധ്യായമായിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരികയായിരുന്നു. അപ്പൊ അതിലും നമ്മൾ ഈ പടം കാണാനത് ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, ശരീരത്തിലെ ആത്മാവിനെ പോലും ശ്രദ്ധിക്കാതെ അതിനും കഠിനത കൊടുത്തുകൊണ്ടാണ്, മനസ്സിനും ആത്മാവിനും കഠിനത കൊടുത്തിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ ആസുരിക സ്വഭാവമുള്ളവരാണ് എന്ന് പറയുന്നത്. പരമാത്മാവിനെ പോലും ദ്രോഹിച്ചുകൊണ്ട് ഇവരെന്തിനതൊക്കെ ചെയ്യുന്നത്, അവർക്ക് പേരും പ്രശസ്തിയും ധനലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവ കാര്യങ്ങളൊക്കെ ആൾക്കാരെ കാണിച്ചിട്ട് ആൾക്കാരേക്കോ ഇവര് വളരെ എന്തോ ജ്ഞാനികളാണ്, അല്ലെങ്കിൽ വലിയ കാര്യം ചെയ്യുന്നവരാണ്. ഇവർ ഹഠയോഗം ചെയ്ത പല പല സിദ്ധികൾ ഇന്ന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ സിദ്ധികൾ ഉണ്ടായിട്ട് അവർക്ക് അവരോട് അതുകൊണ്ട് ഗുണമില്ല. കാരണം എന്താ, അത് മോക്ഷപ്രാപ്തിക്ക് വന്നിട്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല. എപ്പോഴും നമ്മുടെ അൾട്ടിമേറ്റ് മോട്ടോ എന്ന് പറയുന്നത് നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടണം, നമുക്ക് നമ്മുടെ തറവാട്ടിലെ ഗോലോക വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഇവിടെ പ്രഭുപാദരും ഭഗവാൻ എല്ലാവരും പറയുന്നതാണ്. എന്താണ് ജീവസത്തയ്ക്ക് വേണ്ടത് അല്ലെ? ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് വീണ്ടും വീണ്ടും കിടന്നാൽ മതിയോ, അതോ നമ്മൾക്ക് ഇവിടെ നിന്നുള്ള ഈ കഷ്ടപ്പാടിന് എല്ലാത്തിനും പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഭഗവാൻ വെച്ച് തരുമ്പോൾ അതിന് പോകണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് അതിനുള്ള വേണ്ടി വരുമ്പോഴാണ് കാമമാസക്തി എന്നിവയാൽ പ്രേരിതരായി അഹംഭാവത്തോടെ സ്വശരീരത്തിലെ ഭൗതിക മൂലകങ്ങളും ശരീരത്തിൽ കൂടിക്കൊള്ളുന്ന പരമാത്മാവിനെ തന്നെ ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടങ്ങളാല കഠിന തപസ്സനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ അസുരന്മാരാണ്. അപ്പൊ അവർക്ക് ഇതൊന്നും ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്ന എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ് ഇനി ഇപ്പൊ നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആചാരങ്ങളെ പറ്റി നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് 3 ഗുണങ്ങളെ പറ്റിയുള്ള ഡിഫറൻസിയേഷൻ പറഞ്ഞു കൊടുത്തത്. ഇനി ഈ 3 സ്വഭാവക്കാരെ ആഹാരത്തിന്റെ കാര്യങ്ങളെ, ആഹാരമുണ്ട്, യജ്ഞമുണ്ട്, തപസ്സുണ്ട്, ദാനമുണ്ട്, ഇതിന്റെയൊക്കെ ഡിഫറൻസിയേഷൻ മൂല്യം എങ്ങനെയാണ് വരിക എന്നാണ്. ആഹാരസ്തപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞ സ്തവസ്തദാ ദാനം തേഷാം ഭേദ ഇമം ശൃണു. മനുഷ്യർക്ക് ഭക്ഷണ വിഷയത്തിൽപ്പെടും ഇഷ്ടാനിഷ്ടങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ചായിരിക്കും അല്ലെ. പല തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. അത് കഴിക്കുന്നത് എങ്ങനെയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാർ കഴിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ഗുണം ആ സമയത്ത് എങ്ങനെയുള്ളതായിരിക്കും എന്ന് ഭഗവാൻ പറയുന്നത്. യജ്ഞങ്ങൾ, തപസ്, ദാനം എന്നിവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഇവയുടെ വ്യത്യാസങ്ങളെ പറ്റി കേട്ടുകൊള്ളുക എന്ന് ഭഗവാൻ അർജുനോട് പറയുകയാണ്. ആയു സത്വ ബലാരോഗ്യ സുത പ്രീതി വിവർധന രസ്യ സ്നിഗ്ധ സ്ഥിരാഹൃദ്യ ആഹാര സാത്വിക പ്രിയ ദീർഘായസ്സും നിലനിൽപ്പിനെ പറ്റി ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും അസാധ്യവുമായ ആഹാരമായിരിക്കും സാത്വിക സ്വഭാവികൾക്ക് ഇഷ്ടം. അതായത് സത്വഗുണികളായിട്ടുള്ള ആൾക്കാർ എന്താ വെച്ചാൽ അവരിപ്പം സത്വഗുണമുള്ള ഭക്ഷണമേ കഴിക്കും, സാത്വിക ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. ആ സാത്വിക ഗുണം അല്ലെ നമ്മളോടൊക്കെ പറയുന്നുണ്ട്, ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട്. അത് സാത്വിക ഗുണത്തിൽ വരില്ല. നമ്മള് ഇന്നലെ നമ്മൾ കണ്ടു അല്ലെ, ഒരു അസുരൻ വന്നിട്ട് ഈ ദേവന്മാരെ അടുത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അമൃത് കഴിക്കാൻ നോക്കിയപ്പോ ഈ സൂര്യചന്ദ്രന്മാർ പറഞ്ഞു കൊടുത്ത ആളെ മനസ്സിലാവും തല അറുത്ത് ചെയ്യുന്നതല്ലേ മഹാവിഷ്ണു ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അമൃത് കഴിച്ചുകൊണ്ട് അവർക്ക് അമരത്വം ഉണ്ട്. അപ്പൊ അവർക്ക് എന്നും നിൽക്കാനായിട്ട് അവർക്ക് ഗ്രഹങ്ങളുടെ കൂടെ അവർക്ക് സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതിനാണ് രാഹു കേതു എന്ന് പറയുന്നത്. ഈ ആചാര്യന്മാര് പറയുന്നതാണ്, ഈ രാഹു കേതുക്കളുടെ ദേഹത്ത് നിന്ന് ചുവന്ന രക്തവും വെളുത്ത രക്തവും വീണിട്ടാണ് അത്ര വെളുത്തുള്ളിയും ചുവന്നുള്ളി ഉണ്ടായത്. അതുകൊണ്ടാണ് അതിന് ആസുരിക ഗുണങ്ങളുള്ള ഭക്ഷണമായതുകൊണ്ടാണ് ഈ 2 എണ്ണത്തിൽ നമ്മളെ എപ്പോഴും വർദ്ധിക്കണം എന്ന് പറയുക. സാധാരണ സാത്വിക ഗുണം ചെയ്യുന്ന ആൾക്കാർ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ജൈൻ ഫുഡ് കഴിച്ചാലും എവിടെ പോയാലും ഒക്കെ ഈ 2 സാധനം അവരാരും കഴിക്കില്ല. അതിൻ്റെയൊക്കെ ബേസിക് കൺസെപ്റ്റ് പറഞ്ഞാൽ ഇതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും വ്യത്യാസങ്ങൾ വരുന്നവർ പറയുന്നുണ്ട്, നമ്മുടെ സ്വഭാവ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതും കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ സാത്വിക ഗുണമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. സത്വഗുണികൾ അവർ മാത്രമേ കഴിക്കുള്ളൂ. ഇത് കഴിച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ
ദീർഘായുസ്സത. കാരണം നമ്മൾ വളരെ നല്ല ഭക്ഷണമാരി കഴിക്കുന്നത് അതിൽ വലിയ കലർപ്പില്ലാത്ത ഇപ്പൊ കിട്ടുന്ന മുഴുവൻ വിഷാംശമുള്ള ഭക്ഷണങ്ങളാണ്. പക്ഷെ അല്ലാത്ത കാര്യമാണ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് നിലനിൽപ്പിനെത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കഴിച്ചാൽ മതി. ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ഇപ്പൊ ഇതെന്താണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭഗവാന് ഭോഗമായിട്ട് സമർപ്പിച്ചിട്ട് അവിടുന്ന് പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ മാറി നമ്മൾ വളരെ സാത്വിക ഭക്ഷണമായിട്ട് കിട്ടുന്നൂടെ പറയുന്നുണ്ട്. അതിനാണ് സ്വാദിഷ്ടമായിട്ടും സ്നിഗ്ധവും അതിലാണ്. കാരണം അധികം ഉപ്പും എരിവും പുളിയും ഒന്നും ഇല്ലാണ്ടുള്ള ഒരു ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. കണ്ട ഭക്ഷണം കണ്ടില്ല അവരെ, ഫ്രൂട്ട്സ് ആണ് അധികം കഴിക്കുന്നത്, തൈരാണ്, ഫ്രൂട്ട്സ് സാധനങ്ങള്. പിന്നെ ഇപ്പുറത്ത് കഴിക്കുന്ന നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാം സ്വാത്വിക രീതിയിലുള്ള ഭക്ഷണമായിട്ട് ഉണ്ടാക്കിയിട്ട് ഭഗവാന് സമർപ്പിക്കണേ. എല്ലാത്തിലും അവരെന്താ വെച്ചിരിക്കണേ, തുളസിയില വെച്ചിട്ടുണ്ട്. തുളസി ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ ഗോപി തൊടുമ്പോഴും ഗോപി വെച്ച് തൊട്ടിട്ട് അതിന്റെ കാലുമ വെക്കുന്നത് തുളസിയിലയുടെ പ്രതീകമാണെന്നാണ്. കാരണം ഭഗവാന്റെ എപ്പോഴും കൂടെ നിൽക്കുന്നതാണ് തുളസി. ആ തുളസിയിൽ ഇട്ടിട്ടാണ് ഇവരൊക്കെ പ്രസാദം ഉണ്ടാക്കുന്നത്. ഹരേ കൃഷ്ണ. എന്നിട്ട് എന്താ പറയണേ, ഈ രജോ ഗുണത്തിലുള്ള ആൾക്കാരെ പറയണേ, അവർക്ക് കയ്പ്, പുളിപ്പ്, ഉപ്പ് രസം, കടുത്ത ചൂട്, എരിവ്, വരൾച്ച എന്നിവ കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളെ രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു. ഇത്തരം ഭക്ഷ്യങ്ങൾ ദുഃഖത്തിനും രോഗത്തിനും വഴിവെക്കുന്നതാണ്. അല്ല, ഈ വക സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, വയറിന് പ്രശ്നം ഉണ്ടാവും. നല്ല ചൂടോട് ഒഴിക്കുക, അല്ലെങ്കിൽ മുകളിൽ കളിക്കുന്ന മുകളിൽ കുർക്കുറയുടെയും അതിൻ്റെ ഇതൊക്കെ അല്ലെ കുക്ക്ഡ് അമ്മയുടെ സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല അവരെങ്ങനത്തുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. പുറത്ത് ഭക്ഷണം കഴിക്കല്ലേ, തട്ടുകടയിലും അവിടെ ഇവിടെയൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പലരും പറയാറുണ്ട് അവർ ഉപയോഗിച്ച എണ്ണ ഇങ്ങനെ കഴിച്ച് തന്നെ ആ എണ്ണ ഇത് കളറ് പോലും മാറിക്കട്ടെ, അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തന്നെ പ്രശ്നം ഉണ്ടാവും. പിന്നെ വളരെ എരിവ് കഴിക്കുക, ഉപ്പ് കഴിക്കുക, ഈ വക കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം അവരുടെ സ്വഭാവം രാജസിക സ്വഭാവം. അല്ലാണ്ട് രാജസിക സ്വഭാവമുള്ളവർ ഇത് കഴിക്കും എന്ന് പറയുന്നേക്കാളെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാനുള്ള ഈ വക കഴിക്കുന്ന ആൾക്കാർ ആ സമയത്ത് നമുക്ക് രാജസിക സ്വഭാവമാണ് അവരിൽ ഉണ്ടാവുക എന്നാണ്. നേരത്തെ നമ്മൾ കണ്ടല്ലേ, നമ്മുടെ ശരീരത്തിലെ 3 ഗുണങ്ങളും ഉണ്ട്. ആ 3 ഗുണങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിയ നിർത്തും. ഏതിനാണോ ആ സമയത്ത് ശക്തി തോന്നുന്നത് അതാണ് നമ്മുടെ ശരീരത്തിൽ ആ സമയത്ത് കാണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ വക ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർ ആ സമയത്ത് ശരീരത്തിൽ ഉണ്ടാവുന്ന രാജസീയ ഗുണങ്ങളാണ് അവരിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അത് ശരീരത്തിലെ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും, ദുഃഖത്തിനും രോഗത്തിനും ഒക്കെ വഴിവെക്കുന്നതുമാണെന്നിവിടെ ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ. ഇതാണ് അവിടെ കഴിക്കുന്നത് അല്ലേ, യാതൊരു വൃത്തിയില്ലാണ്ടല്ലേ ചാട്ട് മസാലയും അതും ഇതും മുളകും സാധനങ്ങളും ഒക്കെയാണ് കഴിക്കുന്നത്. യാതയാമം ഗതരസം പൂതി പരുഷിതം ചയത് ഉച്ഛിഷ്ടമ ചാമേദ്യം ഭോജനം താമസപ്രിയം. 3 മണിക്കൂറാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ഉണ്ടല്ലോ ഒരു ഏറ്റവും നല്ല, നമ്മൾ അമ്പലങ്ങളൊക്കെ പോയാൽ ഭഗവാന് പ്രസാദം കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്താ ചെയ്യുന്നത്, അടുപ്പത്തു നിന്ന് അവരുണ്ടാക്കിയിട്ട് ആ ചൂടോടുകൂടി കൊണ്ടുപോയിട്ടാണ് ഭഗവാന് കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഇത്രയും ചൂടോടുകൂടി ഭഗവാൻ കഴിക്കാന്നുള്ളത്. പക്ഷെ സാത്വിക പ്രകാരം നോക്കുമ്പോൾ ഭക്ഷണം വെച്ചിട്ട് നല്ല ചൂടോടുകൂടി കഴിക്കുക. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും രസങ്ങളും എല്ലാം കേടുകൂടാതെ അതിന്റെ പൂർണ്ണതയിൽ ഇരിക്കുന്ന പറഞ്ഞത്. അത് കഴിഞ്ഞൊരു മാക്സിമം ആചാര്യന്മാർ പറയും മാക്സിമം വെക്കാൻ പറ്റുന്ന ഒരു 3 മണിക്കൂർ. 3 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന്റെ ഛായ മാറുന്നു. കണ്ടല്ലേ, ബ്രെഡൊക്കെ കണ്ടല്ലേ, അതിന്റെ ഛായ മാറും എന്നാണ് പറഞ്ഞത്. അതില് ഫെർമെന്റേഷൻ നടക്കുമ്പോൾ എന്താ, അതാണ് ഇവിടെ പറഞ്ഞത്. 3 മണിക്കൂറിന് മുമ്പ് പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും, അതായത് പിന്നെ ഫെർമെന്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുളിപ്പും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ അതിന് വരില്ലേ, ദുർഗന്ധമുള്ളതും. നമുക്കറിയാൻ പറ്റാണ് കുറച്ച് പഴകിയ സാധനമൊക്കെ ഡബ്ബ തുറന്നു. ചില ആൾക്കാരൊക്കെ ഭക്ഷണത്തിന് ഡബ്ബ നമ്മള് ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാല്ലേ, ചിലർ ഡബ്ബ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു എന്തോന്ന് തോന്നില്ലേ, ഒരു വല്ലാത്തൊരു ഉളുപ്പ് മണമൊക്കെ വരും. കാരണം അതിനെ അടച്ചിങ്ങനെ വെച്ചിരിക്കല്ലേ, കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വൈകുന്നേരം ഡിന്നറിനായിരിക്കും ട്രെയിനിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ബസ്സിലിരുന്നിട്ട് അവർ ആ സാധനം തുറക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ അത് അനുഭവപ്പെടിക്കും പല സമയത്തും. അതാണ് പറയുന്നത് ദുർഗന്ധമുള്ളതും. ഉച്ചിഷ്ടം എന്ന് പറയുന്നത് വേറെ ആള് കഴിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഈ ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉള്ളത്, അത് എപ്പോഴും വരുന്നത് ഏതെങ്കിലും കീടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതല്ലേ ഇത് എന്തെങ്കിലും ഫെർമെന്റേഷനുള്ള എന്തെങ്കിലും ഒരു കാണാൻ പറ്റാത്തുള്ള ഒരു ജീവി ചെയ്തിട്ടാണ് ഈ ഫെർമെന്റേഷൻ വന്നിട്ടാണ് ഈ കളർ ചേഞ്ച് വരുന്നത്, ദുർഗന്ധം വരുന്നത്, എല്ലാം വരുന്നത്. അതുകൊണ്ടാണ് അത് ഉച്ചിഷ്ടം എന്ന് പറയുന്നത്. അതായത് അവർ കഴിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലാണ്ട് വേറൊരു മനുഷ്യൻ കഴിച്ചതിന്റെ ഭക്ഷണം കഴിക്കുന്നു അല്ല അതിന് പറയുന്നത്. ഇവിടെ ഉച്ചിഷ്ടം എന്നുള്ള വാക്കുകൾ ഉദ്ദേശിക്കുന്ന ഫെർമെന്റേഷൻ വരുമ്പോൾ ഏതെങ്കിലും അമീബിയയ്ക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് ഭക്ഷണത്തിന്റെ ആ കളർ ചേഞ്ചും ഫെർമെന്റേഷനൊക്കെ വരുന്നത്. അങ്ങനെ വരുന്ന ഭക്ഷണത്തിനെ ഭഗവാൻ ഇവിടെ ഉച്ചിഷ്ടമായിട്ടാണ് കൊള്ളുന്നത്. പിന്നെ തൊടാൻ കൊള്ളാത്തതുമായ അത്രയും വളരെ മോശം ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു. അതായത് ഈ വക ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ആ നേരത്തെ സ്വഭാവം താമസിക സ്വഭാവമായിരിക്കും അവരിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്.
അല്ലേ? ഫെർമെന്റേഷൻ മൂലം അതിൻ്റെ ആ ചേഞ്ചസ് വന്നു കഴിഞ്ഞു. ഇതും ചില ആൾക്കാരുടെ സൈഡൊക്കെ കട്ട് ചെയ്ത് അവർ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്നിട്ട് പറയുന്നത് യജ്ഞങ്ങളെ പറ്റിയാണ്. അഫലാകാംക്ഷി ബെറിയജ്ഞോ വിധിദിഷ്ടോ യജ്ഞതേ യഷ്ടവ്യമേവേദി മന സമാധായത സാത്വിക. യജ്ഞങ്ങളിൽ വെച്ച് ഫലോദ്ദേശമില്ലാതെയും സശ്രദ്ധമായും വേദവിധി പ്രകാരം കർത്തവ്യബോധത്തോടെ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞമത്രേ സാത്വികം. ഇത് അതായത് ഇതിനു മുമ്പുള്ള യുഗങ്ങളിലെ കാര്യം വെക്കുമ്പോൾ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ പല പല യജ്ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ പൂജകർമാദികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തപസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കുള്ള യജ്ഞങ്ങളും അവരൊക്കെ നടത്തിയുന്ന ആ കാലഘട്ടം ഉണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് കലികാലത്തിലാണ്. ഈ കലികാലത്തിലുള്ള യജ്ഞത്തിനെ പറ്റി നമുക്കറിയാവുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ ആ മഹാമന്ത്രം ചെല്ലുന്നതാണ് നമ്മുടെ യജ്ഞമായിട്ട് കാണുക. ആ യജ്ഞത്തിന്റെ കാര്യം കൂടെ ഒത്തു നോക്കുക. അല്ലെ, ഇങ്ങനെ ഫലോദ്ദേശമില്ലാതെ, അതായത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടില്ല, നമുക്ക് ആകെയുള്ളത് ഭഗവാനെ പ്രീതിപ്പെടുത്തുക, അല്ലെ, ഭഗവാന്റെ നാമം ചെല്ലുന്നതിന് ഫലം നമുക്ക് ഉദ്ദേശിക്കുന്നില്ല. ഭഗവാൻ പറയുന്നുണ്ട്, എന്ത് കർമ്മം ചെയ്യുമ്പോഴും എന്ത് യജ്ഞങ്ങളും എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിന്റെ ഫലം നമ്മൾ ഒറ്റ ചിന്തിക്കാമുള്ള. പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി ചെയ്യാം, ഫലോദ്ദേശമില്ലാതെയും സശ്രദ്ധയായും. അതായത് അവിടെ ഇവിടെ ശ്രദ്ധിക്കാതെ നമ്മുടെ ഇടയ്ക്ക് ഒരു മൊബൈൽ നോക്കി, അല്ലെങ്കിൽ പെട്ടെന്ന് TV-യിൽ ആരെങ്കിലും ഒരു ന്യൂസ് വെച്ചാൽ ഇടയ്ക്കൊന്ന് കണ്ണ ഞങ്ങളുടെ ചാളി, അല്ലെങ്കിൽ ആരെങ്കിലും ബെല്ലടിച്ചാൽ അതൊന്ന് ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ ഭക്ഷണം വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ അവിടെ എന്തായി, യശോദാമ്മ കൃഷ്ണനെ ചെയ്ത മാതിരി താഴെ ഇറക്കി വെച്ചിട്ട് ഈ ജപിച്ച മാല അടക്കി നടക്കുന്നത് നമുക്ക് പോകേണ്ടി വരും. അപ്പൊ അതിനുള്ള നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അതിനാണ് നമ്മളോട് എപ്പോഴും ഏർലി മോർണിംഗ് ഇരുന്ന് ജപിക്കാൻ പറയുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ വേറൊരു കാര്യവും ചെയ്യുന്നില്ലേ, അടുക്കളപ്പണിയും ചെയ്യുന്നില്ല, കുക്കിംഗ് ചെയ്യുന്നില്ല, അലക്ക് പരിപാടികൾ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാത്ത സമയത്ത് നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മനസ്സ് ശുദ്ധമായിരിക്കുന്ന സമയം, ആ സമയത്തോ എല്ലാ ദേവീദേവന്മാരും ഭഗവാനും ഒക്കെ ഉണർന്നു വരുന്ന സമയമാണ് അവരല്ലേ, ബ്രഹ്മമുഹൂർത്തത്തിലെ. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മളോട് ജപിക്കാൻ പറയുന്നത്. അല്ലാത്ത സമയത്ത് ഇപ്പൊ നമ്മൾ ഉച്ച നേരത്തേക്ക് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഡിസ്ട്രാക്ഷൻ ഇഷ്ടംപോലെ നമുക്ക് വരും. ആരെയും പെട്ടെന്നൊരു കോളിംഗ് ബെൽ അടിച്ചു, അല്ലെങ്കിൽ പെട്ടെന്നൊരു മൊബൈലിൽ അടിച്ചു, നാച്ചുറലി നമുക്ക് നോക്കേണ്ടത് എവിടെയാന്നുള്ളത്. ആ വക ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ സശ്രദ്ധമായും എന്ന് പറഞ്ഞു. പിന്നെ വേദവിധി പ്രകാരം എന്താണ്, ആദ്യം നമ്മൾ പഞ്ചതത്വ മന്ത്രം ജപിച്ചിട്ട് അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിരിക്കാം അല്ലേ. അല്ലാത്ത ഇതിന് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഏറ്റവും മുകളിൽ നിന്ന് ഒറ്റയ്ക്കുള്ള വീട് വരുമ്പോൾ അതിന്റെ കവറേജ് അങ്ങനെ വേദവിധി പ്രകാരം. അതൊക്കെ നമുക്കുള്ള ആകെയുള്ള യജ്ഞം എന്താണ്, ജപയജ്ഞാണ്. അമ്പലങ്ങളിൽ പോയിട്ട് ചെയ്യുക, അവിടെ നാമം ചെല്ലാൻ പറ്റും അല്ലെ, അവിടെയുള്ള കാര്യങ്ങൾ ഇടപെടുക. വേദവിധി പ്രകാരം കർത്തവ്യബോധത്തോടെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം അത്രേ സാത്വികമായിട്ടുള്ള യജ്ഞം എന്നാണ് പറയുന്നത്. അഭിസന്ധായതു ഫലം ദംഭാർത്ഥമം അഭിചൈവയത് യജ്ഞതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിധി രാജസം. അതിനുശേഷം ഭൗതികമായ ഏതെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയോ ഗർവ് കാട്ടാനായോ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം രാജസം എന്നറിയുന്ന അല്ലയോ ഭരതശ്രേഷ്ഠ. അല്ലെ, പല ആൾക്കാരും നമുക്ക് കാണാൻ ഇപ്പൊ പൂജകൾ പൈസയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര പൂജയും കാര്യങ്ങളല്ലേ, അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് പൂജകൾ നടത്തുന്നത്. അതിന്റെ അർത്ഥം എന്താണ്, അത് കഴിഞ്ഞാൽ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്കതിന്റെ യാതൊരു ഫലവും കിട്ടില്ല എന്ന്. കാരണം നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് നമ്മൾ ഇത്ര വലിയ കൊട്ടിഘോഷിച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഇത് ഞാനാണ് ചെയ്തത് എന്നുള്ള പറയുമ്പോൾ അവിടെ അഹം എന്നുള്ളൊരു കാര്യം വന്നു. അഹം വന്നു കഴിഞ്ഞാലും ആ കർമ്മം എനിക്കായിട്ട് ചെയ്യുന്നതിന്, ഭഗവാന് വേണ്ടി ചെയ്യുന്നതല്ല. ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഗുണങ്ങളുള്ളൂ. അല്ലാതെ അഹം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആ കർമ്മങ്ങൾക്ക് എന്താ ചെയ്യുന്നത്, അതിന് കർമ്മഫലം വന്നു ചേർന്നു. അതോടുകൂടി നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ലാണ്ടായി എന്നുള്ള പറഞ്ഞത്. ഭൗതിക, അതാണ് ഇവിടെ പറയുന്ന യജ്ഞങ്ങളെ പറ്റി. എപ്പോഴും ആൾക്കാർ പൂജയും കാര്യങ്ങളും വലിയ അല്ലെ, അമ്പലത്തിലൊക്കെ പോയിട്ട് വലിയ വഴിപാടുകളിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാണ്ട്. പിന്നെ ഭൗതികമായ ഏതെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയോ, പിന്നെ സാധാരണ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ആദ്യം ചെയ്യുന്നത് ശത്രു സംഹാര പൂജ അവിടെ ഉണ്ടോ നോക്കുക. എന്താണ്, എൻ്റെ ശത്രു, ആ ശത്രുവിനെ എനിക്കൊന്ന് ശരിപ്പെടാന്നിരിക്കണം. ശരിക്കും അത് ശത്രു സംഹാര പൂജ അല്ല, പിന്നെന്താ, ശത്രുത സംഹാര പൂജയാണ് ചെയ്യുന്നത്. അതായത് ആ ശത്രുത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും ആ ശത്രുത എടുത്ത് കളയാൻ വേണ്ടി ചെയ്യുന്നത്. കാരണം അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ നാളും പേരും പറഞ്ഞിട്ടാ പൂജ ചെയ്യുന്നല്ലേ, നമ്മുടെ ശത്രുവിന്റെ നാളും പേരും പറഞ്ഞല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ മനസ്സിൽ വേറൊരാൾ തൊടുന്ന ശത്രുത നമുക്ക് ഭഗവാൻ മാറ്റി തന്നിട്ട് എന്താണ്, ആ മനസ്സിനെ ശുദ്ധി ചെയ്യാനുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന
ഓടിച്ചെന്ന് ചെയ്യുന്ന പരിപാടിയല്ല അത്. ഭൗതികമായതെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയോ ഗർവ് കാട്ടാൻ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം രാജസം എന്നറിയുന്ന അല്ലതോ ഭരതശ്രേഷ്ഠ. വിധിഹീനം അസൃഷ്ടാനം മന്ത്രഹീനം ദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വേദോക്ത വിധികൾ അനുസരിക്കാതെയും പ്രസാദവിരണം മന്ത്രോച്ചാരണം പൂജാരിക്ക് ദക്ഷിണോ കൂടാതെയും വിശ്വാസമില്ലാതെയും ചെയ്യപ്പെടുന്ന യജ്ഞം തമോ ഗുണമുള്ളതാണ്. അല്ലെ? ചില ആൾക്കാരെ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ടല്ലേ പല പല സ്ഥലത്തും ഈ വക കാര്യങ്ങൾ. ഇതിൽ പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് സത്യം പറഞ്ഞാൽ ഭഗവാനോട് പറയുന്നത് അല്ലേ. ഇത് ഇഷ്ടംപോലെ നമ്മള് ഈ വക സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓരോരോ നല്ല കാര്യങ്ങളൊക്കെ നടക്കണം. ഈ പറഞ്ഞിട്ടുള്ള കാര്യം വിശ്വാസമില്ലെങ്കിലും ആൾക്കാരത് കാണിച്ചും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെയോ ദക്ഷിണ കൊടുക്കാതെ. കാരണം നമ്മൾ ഒരാളെ കൊണ്ട് ആരെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അമ്പലത്തിന്റെ പേര് പറഞ്ഞു, കൊല്ലത്തിലും മറ്റൊരു അമ്പലമുണ്ട്. അവിടെ അവര് പൂജയൊക്കെ അതിന്റെ ഭഗവാന്റെ ഇതാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എല്ലാം പൂജ കർമാദികളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്വർണ്ണത്തളികയിൽ അവരെന്താണെന്ന് വെച്ചാൽ ദക്ഷിണ കൊടുക്കുക ചെയ്യണേ. ദക്ഷിണ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പറയുന്നത് എന്താണ്, ആ തളിക തിരിച്ചു തരണ്ടോ എന്ന് പറയാം. അപ്പൊ ആ ചെയ്ത ഫലം കുറഞ്ഞു പോയി. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പൂജ നടത്തുന്ന ആൾക്കാർ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. പറയും ഗുരുവായൂരിന്റെ അത്ര എത്തില്ല, ഫലം കുറയൂട്ടോ എന്ന് പറഞ്ഞേക്കാം. നമ്മൾ എന്ത് ഒരു കാര്യം കൊണ്ടും ചെയ്തു കഴിഞ്ഞാല് നമ്മൾ ദക്ഷിണ കൊടുക്കണം അവർക്ക്. ആ ദക്ഷിണ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. അവരാണല്ലേ നമ്മൾ ഇത്ര വലിയ പൂജ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. എന്തൊക്കെ ചെയ്യുന്നവര് ഇപ്പൊ നമ്മൾ ഗണപതി ഹോമം ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ എന്താ ചെയ്യാം, ഗണപതി ഹോമത്തിന് നമ്മൾ എഴുതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെന്ന് വഴിപാടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. അല്ലെ? ചെന്ന് കഴിഞ്ഞിട്ട് തിരുമേനിക്ക് എന്തെങ്കിലും പൈസ ദക്ഷിണ കൊടുക്കും. അതും ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ആ പൂജാരി അവിടെ ചെയ്യുന്ന പൂജ എന്താണെന്ന് വെച്ചാല് ആ കേരളത്തിലിട്ടാ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെന്താ ചെയ്യണം വെച്ചാൽ ശരിയായിട്ടുള്ള ഇത് ആരാധനാമൂർത്തിക്കാണ് നമ്മൾ പൂജ. ഇപ്പൊ ഗണപതി ഹോമം ചെയ്യാൻ വെച്ചാൽ നമുക്കറിയാൻ പറ്റും. അവര് ഗണപതിയെ ആവാഹിച്ചെടുത്തിട്ട് ആ അഗ്നിയിൽ ആദ്യം അഗ്നിയിരുത്തും. ആ അഗ്നിയെ കൊണ്ട് ഇരുത്തിയതിനു ശേഷം പൂജ ചെയ്ത് ഭക്ഷണം കൊടുത്ത് ഇരുത്തിയതിനു ശേഷം സന്തോഷിപ്പിച്ചിട്ട് പിന്നെ ഗണപതിയെ വിളിക്കുകയും ചെയ്യുന്നത്. ആ ഗണപതിയെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് അതേമാതിരി ആ ഹോമകുണ്ടത്തിലേക്ക് വരുത്തി ഗണപതിയെ ഇരുത്തിയിട്ട് ഗണപതിക്ക് എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരെയും തിരിച്ചയക്കുകയും ചെയ്യണേ ഓരോരോ വഴിക്കായിട്ട്. നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ശരിക്കും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ വഴിപാട് നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് നമുക്ക് തൊഴണം ഇവരൊക്കെ. എന്നാലേ നമ്മുടെ ഗുണമുള്ളൂ. അല്ലെങ്കിൽ അവർ വരണ്ടവര് വന്നു പോയവര് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി നമ്മൾ വെറുതെ അപ്പോഴേക്ക് അഗ്നി കൊണ്ടൊക്കെ പോയിട്ടുണ്ടാവില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. ഒരു തൊഴുത് വലിയ ദക്ഷിണ കൊടുത്തില്ല. അപ്പൊ നമ്മൾ പൂജ കർമാദികൾ ചെയ്യുമ്പോൾ അതിന്റെ വിധിപ്രകാരം നമ്മൾ അതിനെ തൊഴുക കാണുക. അതിന് വിശ്വാസം വേണം. അല്ലാണ്ട് വിശ്വാസമില്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. മന്ത്രോച്ചാരണം ചെയ്യുന്ന പൂജാരിക്കും ദക്ഷിണ എല്ലാം ചെയ്യണം. വിധികൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. പ്രസാദ വിതരണം, അതായത് ഇപ്പൊ നമുക്ക് അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രസാദം ഭഗവാന്റെ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ പാത്രത്തിൽ പായസമോ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കായിട്ട് മാത്രമല്ല, നമ്മൾ എന്താ ചെയ്യണം, അതിന്റെ പങ്ക് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കണം. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുന്ന എല്ലാവർക്കും ആ മനസ്സിനൊരു സന്തോഷം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് ഉണ്ടാവുന്ന. കാരണം പറയുന്നത് ഇപ്പൊ നമ്മൾ തന്നെ എന്താ ചെയ്യുന്നത്, ദാമോദര മാസത്തിൽ നമ്മൾ ആൾക്കാരെ കൊണ്ട് വിളക്ക് വെപ്പിക്കുന്നില്ലേ. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് വിളക്ക് വെപ്പിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന ആ സന്തോഷത്തിന്റെ ഒരു അംശം നമുക്കും കിട്ടുന്നവർ. അതാണ് ഇവിടെ പറയുന്നത് പ്രസാദ വിതരണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വേദോക്ത വിധികൾ അനുസരിക്കാതെയും പ്രസാദ വിതരണം ചെയ്യാതെയും മന്ത്രോച്ചാരണങ്ങളൊന്നും ഇല്ലാതെയും പൂജാരിക്ക് ദക്ഷിണ കൂടാതെയും അത് ഏറ്റവും പറഞ്ഞിട്ട് ഇതിലൊരു വിശ്വാസവും ഇല്ലാതെ ചെയ്യുന്ന യജ്ഞം തമോ ഗുണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവം തമോ ഗുണത്തിലുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. ദേവദ്വിജ ഗുരുപ്രജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യ അഹിംസാച ശാരീരം തവ ഉച്ചതേ. പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മികാചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ആരാധിക്കണം. അതായത് അല്ലെ നമ്മൾ പണ്ട് പോലെ ആൾക്കാർ പറയണ്ടേ മാതാപിതാ ഗുരുദേവൻ, ഇത്രയും നാല് ആൾക്കാരെ നമ്മൾ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. മാതാവ് പിതാവിനെ കാണിച്ചാൽ, പിതാവ് ഗുരുവിനെ കാണിച്ചാൽ, ഗുരുവാണ് ആരെ കാണിക്കുന്നത്, ആത്മജ്ഞാനം നമുക്ക് തരുന്നത്. അപ്പൊ ആ ഒരു ഇതുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മാതാവ് പിതാവിനെ, പിതാവ് ഗുരുവിനെ, ഗുരുവിനെ നമുക്ക് ആധ്യാത്മികത കാണിച്ചു തരുന്നതാണ്. അപ്പൊ ഈ നാല് കൂട്ടരെ നമ്മൾ അതേമാതിരി നമ്മൾ ആദരിക്കണം എന്നാണ് പറയുന്നത്. പരമപുരുഷൻ, ബ്രാഹ്മണൻ, പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ,
പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മികാചാര്യൻ, മാതാപിതാക്കൾ, ഇവരൊക്കെ നമ്മൾ ആരാധിക്കണം എന്ന് പറഞ്ഞത്. അതെങ്ങനെ ചെയ്യണം? ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവ ശാരീരികമായ തപസ്സുകൾ എന്ന് പറയുന്നു. അപ്പൊ ഈ വക തപസ്സുകളുമായിട്ടുള്ള, അതായത് ഈ വക എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നിട്ടോ ഏറ്റവും വേണ്ടി ചെയ്യുന്നത് ഇവരെ എല്ലാവരെയും ആരാധിക്കണം. ഏറ്റവും കൂടുതൽ ആരാധിക്കാൻ ഫസ്റ്റ് പേര് പറയുന്നത് പരമപുരുഷനെ ആരാധിക്കുക എന്ന് പറഞ്ഞ. പരമപുരുഷനെ എങ്ങനെ ആരാധിക്കാനാ പറയണേ? ദ്വിജരൂപത്തിൽ, 2 കൈകളുടെ രൂപത്തില്, ഗോലോക വൃന്ദാവനത്തിലുള്ള ആ രൂപത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഭഗവാൻ എപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് പരമപദം പ്രാപിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. തുടങ്ങിയ എന്ന ആരാധിക്കൽ, ദേഹശുദ്ധി, അതായത് കുളിക്കുക മാത്രമല്ല മാനസികമായിട്ടുള്ള ശുദ്ധിയും. അതിനെന്താ വേണ്ടേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം ജപിക്കുക. പിന്നെ വളരെ ലാളിത്യമായിട്ടിരിക്കുക. ബ്രഹ്മചര്യം, ഇവിടെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ തപസ് കഴിക്കുന്ന കാട്ടിൽ പോയിട്ടിരിക്കുന്ന കാര്യമല്ല പറയുന്നത്. ബ്രഹ്മചര്യം, അഹിംസ എന്നിവ ശാരീരികമായ തപസ് എന്ന് പറയുന്നു. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയ ഹിതം ചയത് ശ്രദ്ധയ അഭ്യസനം ചൈവ വാങ്മയം തവ ഉച്യതേ. സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്കും ഉദ്യോഗമുണ്ടാകാത്തതും ഹിതകരവുമായ സംഭാഷണവും പതിവായുള്ള വേദമന്ത്രോച്ചാരണവുമാണ് വാഗ്മയമായ തപസ്. അപ്പൊ തപസ്സിന് പല പല തരത്തിലുള്ള എന്താണ്? ആദ്യം പറഞ്ഞു ശാരീരികമായ തപസ്സിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അല്ലേ? ഇനിയിപ്പോ പറയണ വാക്കുകൊണ്ടുള്ള തപസ്. സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്യോഗം, അതായത് ആർക്കും നമ്മുടെ സംസാരം കേട്ടിട്ട് ആർക്കും ടെൻഷനോ അല്ലെങ്കിൽ വിഷമോ തോന്നാതിരിക്കാൻ, അല്ലെ? മനസ്സുകൊണ്ടോ ശാരീരം കൊണ്ടോ ഒരാളെ ഹിംസിക്കരുതെന്ന് പറഞ്ഞിട്ട് പറയണ ഹിതകവുമായ സംഭാഷണവും പതിവായുള്ള വേദമന്ത്രോച്ചാരണം വാങ്മയമായ തപസ്സാണ്. എന്താണ്? വാക്കുകൊണ്ടുള്ള തപസ് എങ്ങനെ വേണമെന്നാണ് പറയുന്നത്. എന്നിട്ടോ മനഃപ്രസാദ സൗമ്യത്യം, മൗനമാത്മ വിനിഗ്രഹ ഭാവ സംശുദ്ധിരിത്യേത തപോ മാനസ അച്യുതേ. സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസിക തപസ്സിൽ 3 തരമുള്ള തപസ്സിനെ പറ്റും. ശാരീരികമായിട്ട് തപസ്, വാഗുണ്ട തപസ്, പിന്നെ മനസ്സുകൊണ്ട തപസ്. അപ്പൊ 3നെ നമ്മൾ ശുദ്ധീകരിക്കണം എന്നാണ്. ശരീരശുദ്ധി, മാനസിക ശുദ്ധി, വായ കൊണ്ടുള്ള ശുദ്ധി, അതായത് സംസാര ശുദ്ധി. ഇതിന് 3നെയും ശുദ്ധീകരിച്ചിട്ട് 3 തരത്തിലുള്ള തപസ്സിനെ പറ്റി ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. എന്നിട്ടാ പറയുന്നത് ശ്രദ്ധയാ പറയാ തപ്തം തപസ്ത ത്രിവിധം നരേ അപല കാംക്ഷിപരിയുക്തേ സാത്വികം പരിചക്ഷതേ. ഈ 3 വിധത്തിലുള്ള തപസ്സുകളും ഏതാണ്? ശാരീരികമായിട്ടുള്ള തപസ്സിനെ പറ്റി പറഞ്ഞു, മാനസികമായിട്ടുള്ള തപസ്സിനെ പറ്റി പറഞ്ഞു, പിന്നെ വാഗുകൊണ്ടുള്ള സംസാരം കൊണ്ടുള്ള തപസ്. ഈ 3 തപസ്സുകളും ആധ്യാത്മിക വിശ്വാസത്തോടെയും ഭൗതിക നേട്ടങ്ങളെ ആഗ്രഹിക്കാതെയും പരമപുരുഷന് വേണ്ടി മാത്രം അനുഷ്ഠിച്ചു പോന്നാൽ സ്വാത്വികം എന്ന് പറയും. നമുക്കുള്ള 3 കാര്യങ്ങളെ പറ്റി അറിയാം. വായുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മൾ എന്താ പറയുക? ഭഗവാന് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയാണ്? അതൊരു തപസ് എന്ന നിലയിൽ എന്തെന്ത് കാര്യത്തിലാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് സാത്വികം എന്ന് പറയുന്നത് ഭഗവാന് വേണ്ടി അർപ്പിച്ചുകൊണ്ട്, അത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും സാത്വികമായി വെച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സാത്വികം എന്ന് പറയാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ അതേമാതിരി ചെയ്യാൻ നോക്കുക എന്നുകൂടെ ചെയ്യാം. ഹരേ കൃഷ്ണ. സൽക്കാരമാന പൂജാർത്ഥം തപോ ദംഭേന ചൈവയ ക്രിയതേ ദഹിത പ്രോക്തം രാജസംചലമധ്രുവം. ബഹുമതിയും ആരാധനയും നേടാനോ അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന തപസ് രാജസമാണ്. അതായത് അഹം എന്ന ഭാവം കൊണ്ടാകും. ഈ പറഞ്ഞ ഒരു കാര്യങ്ങളല്ലാണ്ടും നമുക്ക് എപ്പോഴും അഹങ്കാരം കൊണ്ടും നമുക്ക് മറ്റുള്ളവരെ ആരാധന കിട്ടാനും ബഹുമതി കിട്ടാനും അഹങ്കാരം കൊണ്ടെല്ലാം ചെയ്യുന്ന തപസ് രാജസമാണെന്ന്. അത് വളരെ ക്ഷണികമാണ്. അതുകൊണ്ട് കിട്ടുന്ന ഗുണം വളരെ ചെറുപ്പമാണ് പറയുന്നത്. മൂഢഗ്രാഹേണാത്മനോയ പീഡയാ ക്രിയതേ തപ പരസ്യോത്സാസനാർത്ഥം വാ തത്താമ സമുദാഹൃതം. മൂഢബുദ്ധി മൂലം സ്വയം പീഡനം അനുഭവിച്ചോ അന്യരെ പരിക്കേൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഉദ്ദേശിച്ച് ചെയ്യുന്ന തപസ് തമോ ഗുണത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന പടം എന്താ? ശാരീരികമായിട്ടുള്ള ഹിരണ്യകശിപുവിന്റെ കാര്യം നമുക്കറിയാം അല്ലേ? പ്രഹ്ലാദനെ അതായത് തന്നെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ പ്രഹ്ലാദനെ അതിനും മാത്രം ബുദ്ധിമുട്ടിച്ചു കൊണ്ടാണ് ഹിരണ്യകശിപു ചെയ്തിരുന്നത്. അതേമാതിരിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ രാവണൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ എന്താണ്? താമസ ഗുണമുള്ളവരാണ് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ.
പ്രാതവ്യമതി തദ്ദാനം തീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സുഖം. ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞു, തപസ്സിനെ പറ്റി പറഞ്ഞു. ഇനി പറയാൻ പോണത് ദാനത്തിനെ പറ്റിയാ പറയാം. എന്താണ്? കർത്തവ്യം എന്ന ബോധത്തോടെയും പ്രതിഫലേച്ഛ കൂടാതെയും ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് ചെയ്യപ്പെടുന്ന ദാനം സാത്വികമാണ്. ഇവിടെ 3 പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? പുസ്തക വിതരണം ചെയ്യുന്നുണ്ട്. എന്തിനാ? ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പും പറയാണ്ടായി, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ ഈ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ടായി ഭഗവാൻ. കർത്തവ്യമെന്നും ബോധത്തോടെയും പ്രതിഫലേച്ഛ കൂടാതെ ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് ചെയ്യപ്പെടുന്ന ദാനം സാത്വികമാണ്. അർഹിക്കുന്ന വ്യക്തി എന്ന് പ്രത്യേകം പറയുന്നത് കാര്യം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആൾക്കാർക്ക് വെറുതെ വഴി കൂടെ പോകുമ്പോൾ ആൾക്കാർ പൈസയൊക്കെ ചോദിച്ചു വന്നപ്പോൾ ആരെങ്കിലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണതിനോ ഭക്ഷണം മേടിച്ചു കൊടുക്കുക, അല്ലാണ്ട് പൈസ കൊടുക്കണ്ടെന്ന് പറയുന്നത്. അല്ലാണ്ട് ചെയ്ത് നമുക്ക് പൈസ എന്താ ഇതൊക്കെ ചെയ്യണമെന്നില്ല. ആരൊക്കെയാണോ നമുക്ക് അറിയാവുന്ന ആൾക്കാർ ഇതേമാതിരി ശരിക്കും ചെയ്തു പോകുന്ന ആൾക്കാരല്ലേ? അനാഥാലയങ്ങളുണ്ടല്ലേ, അമ്പലങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ദാനം കൊടുക്കുക എന്നാണ് പറയുന്നത്. പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിച്ച വാപന ഈയതേച്ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്കൃതം. അതായത് അല്ലെ, ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പരിപാടിയാണ്. വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നത്, ഞാൻ അത് ചെയ്തു, ഇത് ഏതെങ്കിലും ഫലമുദ്ദേശം കൊണ്ടോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ പൂർണ്ണ സമ്മതമില്ലാതെയോ നൽകപ്പെടുന്ന ദാനം രാജസമാണ്. അല്ലെ, ഇത് ചെയ്യുന്ന ദാനം, നിങ്ങൾ ചെയ്യുന്ന ദാനങ്ങൾ ഇത് ശരിക്കും ദാനം ചെയ്യാൻ വേണ്ടിയില്ല. എന്നാ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഓ ഓ ഓ എന്ന് പറയും അല്ലെ. അതിനു വേണ്ടി സ്വന്തം പ്രകീർത്തിക്ക് നമ്മുടെ പേരിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അദ്ദേശ കാലേ തദ്ദാന അപ്രാത്രേഭ്യച്ഛ ദീയതേ അസകൃതം അവജ്ഞാനം താമസം ഉദാഹൃതം. ഉചിതമല്ലാത്ത കാലത്തും അവിശുദ്ധമായ സ്ഥലത്തും അനർഹരായവർക്കും നൽകപ്പെടുന്ന ദാനവും ആദരം കൂടാതെയും അവജ്ഞ കൂടെയും നൽകപ്പെടുന്ന എന്തും താമസമെന്ന് പറയപ്പെടുന്നു. അല്ലെ, ചില ആൾക്കാർ കണ്ടല്ലേ പൈസ അവര് വലിച്ചെറിയുന്ന കാണാറുണ്ടല്ലേ. ശരിയാക്കും ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കുമ്പോൾ പൈസകളൊക്കെ വലിച്ചെറിയാം. എന്താ? മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് നമ്മള് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ നോക്കിയാൽ കാണും 3 തലമുറ, അതായത് നമ്മുടെ ഇതിന്റെ മുമ്പിൽ ആൾക്കാർ നമ്മൾക്ക് തന്നെ പൂജകളും കർമാദികളും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ ധനങ്ങളെല്ലാം വരും എന്ന് പറയും. ആ ധനം വരുമ്പോൾ എന്താണ്? മഹാലക്ഷ്മി നമ്മുടെ കൂടെ നിൽക്കുന്നത്. കാരണം എന്താ? നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഭഗവാൻ എവിടെയുണ്ട് അവിടെ മഹാലക്ഷ്മി ഉണ്ട് അല്ലെ. അപ്പൊ മഹാലക്ഷ്മി നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത തലമുറ വരുമ്പോഴോ നമ്മൾ പൈസ ഇല്ലാണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പൈസയും പ്രശസ്തിയും കിട്ടുന്നത്. അപ്പൊ നമ്മൾ മഹാലക്ഷ്മിയെ അതിന്റെ കണക്ക് നമ്മൾ മഹാലക്ഷ്മിയുടെ ദാസനായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പറഞ്ഞത് ആദ്യത്തെ തലമുറ. അത് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? 2ാമത്തെ തലമുറ വരെ അവർ ജനിക്കുന്നത് പൈസ കൊണ്ടാണ് അല്ലെ. അപ്പൊ അവർക്ക് പൈസയോട് യാതൊരു വാല്യൂ ഉണ്ടായില്ല. അപ്പൊ മഹാലക്ഷ്മി അവരും ഒരേ ലെവലിൽ അവർ കണക്കാക്കുക അവര് അല്ലെ. അവര് കളിക്കാൻ ചൂട്ട് കളിക്കുമ്പോൾ ചീട്ട് കളിക്കുമ്പോൾ അങ്ങനെ അവര് മഹാലക്ഷ്മി അവർ ഒരേ ലെവലായിട്ട് കണക്കാക്കുക. 3ാമത്തെ തലമുറ വരുമ്പോ എന്താ പറയുക? അവര് മഹാലക്ഷ്മി ദാസിയെ പോലെ കാണുന്നു പറയും. കാരണം എന്താ? അവര് ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആ പൈസ കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ കൊണ്ട് മഹാലക്ഷ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഭഗവാന് ദേഷ്യം വരും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക? ഭഗവാൻ കാലുമടിക്കൊരു തട്ട് കൊടുക്കുന്ന പറയും. അതോടുകൂടി അവരുടെ താഴോട്ടുള്ള ഗതി വരുന്നത്. അപ്പൊ നമ്മൾ മഹാലക്ഷ്മി വരുമ്പോൾ എന്താണ്? എപ്പോഴും നമ്മൾ മഹാലക്ഷ്മിയെ അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു അതിനുള്ള വാല്യൂ കൊടുക്കണം. അല്ലാണ്ട് വെറുതെ ചെയ്യരുത്. ഉചിതമല്ലാത്ത കാലത്തും അവിശുദ്ധമായ സ്ഥലത്തും അനർഹരായവർക്കും നൽകപ്പെടുന്ന ദാനവും ആദരവും കൂടാതെ അവജ്ഞയോ കൂടിയുള്ള നൽകപ്പെടുന്നതും താമസമെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ചെയ്ത് താമസ സ്വഭാവമുള്ളവരെ എന്തെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും നമ്മളോ നമ്മുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പറ്റാന്നുള്ള അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് അവരെയും കുറച്ച് കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ്. സൃഷ്ടിയുടെ ആരംഭം മുതലേ പരമമായ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് 3 വാക്കുകളാണ് ഓം തത്സത്. ഇപ്പൊ നമ്മൾ തന്നെ ഭഗവത്ഗീത പഠിച്ചു കഴിയുമ്പോൾ അല്ലെ ഓരോന്ന് വയ്യം ഓം തത്സത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തുന്നത് അല്ലെ. അവസാനം അതിന്റെയാണ് പറയണേ എല്ലാം അല്ലെ. നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് ഓം തത്സത് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യണം ഭഗവാന് വേണ്ടി അർപ്പിക്കും. എന്താണ് അതിന് ഓം ഓം എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്. നമുക്കറിയാം ഭഗവാൻ പറയണ്ടായ പ്രണവ മന്ത്രം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ
സൃഷ്ടിയുടെ ആരംഭം മുതലേ പരമമായ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 വാക്കുകളാണ് ഓം തത്സത് എന്നിവ. പ്രതീകാത്മകങ്ങളായ ഈ വാക്കുകൾ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളും ബ്രാഹ്മണൻ പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ഉരുവിട്ടു പോകുന്നു. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഓം തത്സത് എന്ന് പറഞ്ഞിട്ട് ഓരോ അത് സാത്വിക ഗുണം എന്ന് പറയുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഓം തത്സത് എന്ന് പറയുന്നതാണ്. നമ്മൾ ഭഗവത്ഗീതയുടെ ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഈ വാക്ക് പറയുന്നുണ്ട്, ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓം തത്സത് എന്ന് പറഞ്ഞാൽ അത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. വേദമന്ത്രോച്ചാരണം യജ്ഞാനുഷ്ഠാനം ബ്രാഹ്മണൻ പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ഉരുവിട്ടു പോകുന്നു. ഈ ഒരു കാര്യം നമ്മളും കൃഷ്ണാബോധത്തിലിരിക്കുന്നവരല്ലേ, ബ്രാഹ്മണന്മാരുള്ളവരാണ്. അപ്പൊ നമ്മളും ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് വൈദിക നിയന്ത്രണം മനസ്സിലെ യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയവാദികൾ പരമപുരുഷനെ പ്രാപിക്കുന്നതിന് എപ്പോഴും ഓം എന്ന വാക്കോട് കൂടിയാണ് എല്ലാം ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളും അതുപോലെ ചെയ്യണം എന്നാണ് നമ്മുടെ ഭഗവാൻ. ഒരിക്കലും ഞാൻ പറഞ്ഞു, നേരിട്ട് നമ്മളോട് അത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറയില്ല. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്, ഇതാണ് ആൾക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് വൈദിക നിയന്ത്രണം അനുസരിച്ച് യജ്ഞദാന തപസ്സുകളുടെ അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയവാദികൾ പരമപുരുഷനെ പ്രാപിക്കുന്നതിന് എപ്പോഴും ഓം എന്ന വാക്കോടുകൂടി എല്ലാം ആരംഭിക്കുക. അപ്പൊ നമ്മളും മനസ്സിൽ ഈ ഓം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അല്ലെ, ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഭഗവാനോട് പറയുന്നത്. താതിച്ഛനാഭിശ്രദ്ധായ ഫലം യജ്ഞ തപക്രിയാം ദാനക്രിയാച്ച വിവിധ ക്രിയന്തേ മോക്ഷകാംക്ഷിഭി. ഫലോദ്ദേശം കൂടാതെ തത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം ഒരാൾ പലതരത്തിലുള്ള യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സുകളും ഒക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് എല്ലാം യജ്ഞങ്ങളായാലും തപസ്സുകളായാലും ഇപ്പൊ ഒന്നുമില്ല അല്ലെ. ഇപ്പൊ ആകെ ഉള്ളതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം മാത്രമുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേമാതിരിയുള്ള ദാനകർമാദികൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓം തത്സത് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഓം തത്സത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുക ചെയ്യാം. അപ്പൊ ഓം എന്താന്ന് നമ്മൾ കണ്ടു, തത് എന്നാന്ന് കണ്ടേ. ഫലോദ്ദേശം കൂടാതെ തത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം ഒരാൾ പലതരത്തിലുള്ള, അതായത് എനിക്ക് വേണ്ടിയല്ല ഭഗവാന് വേണ്ടി, തത് എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എന്നാണ് തരത്തിലുള്ള യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സും ഒക്കെ ചെയ്യേണ്ടത്. ഭൗതിക ബന്ധങ്ങളിൽ മുക്തയായ അങ്ങനെയുള്ള അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ ഉദ്ദേശമാണ്. കാരണം തമോ ഗുണത്തിന്റെ അല്ല, സത്വഗുണത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നിരപേക്ഷ തത്വമാണ് ഭക്തിപൂർവ്വം ചെയ്യപ്പെടുന്ന യജ്ഞത്തിന്റെ ലക്ഷ്യം. സത് എന്ന വാക്ക് അതിനെ സൂചിപ്പിക്കുന്നു. ആ വിധത്തിലുള്ള യജ്ഞം അനുഷ്ഠിക്കുന്നവനെയും സത് എന്ന് പറയും. അതായത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സത്ത്, അല്ലെ. നമ്മൾ അസത്ത് എന്നൊരു വാക്ക് നമ്മൾ എപ്പോഴും പലപ്പോഴും കേൾക്കണം. അസത്ത് എന്നൊക്കെ വിളിച്ച ആൾക്കാരുടെ എന്താണ്, യാതൊരു ഗുണമില്ലാത്ത എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് സത്ത് എന്ന് വാക്ക് നിങ്ങൾ പറഞ്ഞാലോ, യജ്ഞം അനുഷ്ഠിക്കാൻ അതിന്റെ എന്ന വാക്ക് ഇതിനെ ഭക്തിപൂർവ്വം ചെയ്യപ്പെടുന്ന നിരപേക്ഷ തത്വമാണ് ഭക്തിപൂർവ്വം ചെയ്യപ്പെടുന്ന യജ്ഞത്തിന്റെ തത്വം. സത്ത് എന്ന വാക്ക് അതിനെ സൂചിപ്പിക്കുന്നു. എല്ലാത്തിനെയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നല്ല കാര്യമായിട്ടുള്ള ആ വിധത്തിലുള്ള യജ്ഞം അനുഷ്ഠിക്കുന്നതിനെയും സത്ത് എന്ന് പറയും. കുന്തിപുത്ര, നിരപേക്ഷ സ്വഭാവം അനുസരിച്ചുള്ള മറ്റു പ്രവൃത്തികളെ പോലെ യജ്ഞദാന തപക്കള് ഭഗവത് പ്രസാദത്തിന് വേണ്ടി ചെയ്യപ്പെടുന്നവയാണല്ലോ. നമ്മൾ ഏത് ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും, നമ്മൾ ഭഗവാനെ പ്രസാദം അർപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാ സമയത്തും എല്ലാം മനസ്സിലും ഓം തത്സത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അർപ്പിച്ചുകൊണ്ട് ചെയ്യാം. ഓം എന്ന് പറയുന്നത് ഭഗവാനാണ്, അല്ലെ. തത് എന്ന് പറയുന്നത് ഇത് സമർപ്പിക്കുന്ന പറയുന്നത്. സത്ത് എന്ന് പറയുമ്പോൾ ആ എല്ലാത്തിൻ്റെ യജ്ഞത്തിന്റെ എല്ലാത്തിൻ്റെയും ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് നിൽക്കുക. അപ്പൊ ഓം തത്സത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇത് അർപ്പിക്കാൻ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. നമ്മളിവിടെ നമ്മൾ കണ്ടതിൽ 17 ഭഗവാൻ നമുക്ക് കുറച്ച് ആരാധനയെ പറ്റി പറഞ്ഞു. എന്താണ്, ദേവതകളെ പറ്റി സത്വഗുണമുള്ളവരും രജസ്സുള്ള അസുരന്മാരെയും തമസ്സുള്ളവരോ ഭൂതപ്രേതങ്ങളെയും പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. പിന്നെ ആഹാരം കഴിക്കുന്നത് സത്വഗുണമുള്ള ദീർഘായുസ്, ശുദ്ധീകരണം നൽകുന്ന ബലം, ആരോഗ്യം, സന്തുഷ്ടി, സംതൃപ്തി എന്നെല്ലാം നൽകുന്ന രസവത്തായത്, പ്രീതികരമായത്, സിഗ്നം, ആസ്വാദ്യം, ഈ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഭക്ഷണം ഭഗവാൻ അർപ്പിച്ച് ആര് സത്വ ഗുണം ഉള്ളവർ കഴിക്കും എന്നാണ് പറയുന്നത്. രജസ്സുള്ളവരോ കയ്പ്, പുളിപ്പ്, ഉപ്പ്, രസം, കടുത്ത ചൂട്, എരിവ്, വരൾച്ച ഇതെല്ലാം കഴിക്കുന്നതും അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ്, ദുഃഖവും രോഗവും മാത്രം ഉണ്ടാവുള്ളൂ എന്നാ പറയണേ. അതേസമയം തമസ്സുള്ള ആൾക്കാർ, അതായത് കഴിക്കുന്ന ഭക്ഷണം 3 മണിക്കൂർ മുമ്പ് പാകം ചെയ്തതും
സ്വാദില്ലാത്തത്, ദുർഗന്ധമുള്ള, ഉച്ഛിഷ്ടം, അതായത് ഉച്ഛിഷ്ടം എന്താ പറഞ്ഞു, തൊടാൻ കൊള്ളാത്ത കാര്യങ്ങളൊക്കെ കഴിത് കഴിഞ്ഞാലും അതിലും വലിയ കഷ്ടമാണ് വരാൻ പോണത്. അപ്പൊ ഈ 3 ആഹാരം കഴിക്കുമ്പോൾ നമ്മൾക്ക് ഏതാണ് കഴിക്കുന്നത്, നമ്മൾ ഏത് ഗുണമാണ് വേണ്ടത്, നമ്മൾ ഏത് ആഹാരമാണ് കഴിക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കണം. ഹരേ കൃഷ്ണ. യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ വേദവിധി പ്രകാരം ഫലോദ്ദേശമില്ലാതെ സത്വഗുണമുള്ളവരെ, രജസ്സുള്ളവരോ ഭൗതിക ലാഭത്തിനും ഗർവിന് കാട്ടാനായിട്ടാണ് ചെയ്യുന്നത്. തപസ്യകള് വേദവിധി പ്രകാരം ഒന്നില്ലാതെ, പ്രസാദ വ്യചാരണം ഒന്നും ചെയ്യാതെ, മന്ത്രോച്ചാരണമില്ലാതെ, പൂജാരിക്ക് ദക്ഷിണ കൊടുക്കാതെ, ഏറ്റവും കഷ്ടമായിട്ടുള്ള, ഇതിലൊന്നും വിശ്വാസമില്ല, പക്ഷെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. തപസ്സുകൾ എന്ന് പറയുമ്പോൾ അതീന്ദ്രിയ വിശ്വാസത്തോടെ ഭൗതിക നേട്ടങ്ങളും ആഗ്രഹിക്കാതെ പരമപുരുഷന് വേണ്ടി മാത്രം ചെയ്യുന്ന തപസ്സുകളാണ് ഏത് സത്വഗുണമുള്ള ആൾക്കാരെ ചെയ്യുന്നത്. രജോ ഗുണമുള്ളൊരു അഹങ്കാരം കൊണ്ടും ബഹുമതി ആരാധന നേടുവാൻ അനിശ്ചിതവും ക്ഷണികമായിട്ടുള്ള കാര്യം, ഫലമെന്ന് അനിശ്ചിതമാണ്, ക്ഷണികമായിട്ടുള്ള കാര്യമാണ്. മറ്റത് മൂഢബുദ്ധി മൂലം പീഡനം അനുഭവിച്ചുകൊണ്ട് അന്യരെ പരിക്കേൽപ്പിക്കാനും നശിപ്പിക്കാനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് തമോ ഗുണികൾ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾക്ക് ഏത് ഗുണമാണ് വേണ്ടതെന്നും നമ്മൾ ഏത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും ഭഗവാൻ നമുക്ക് ഇൻഡയറക്ട്ലി പറഞ്ഞു തരിക ചെയ്യണം. പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴോ കർത്തവ്യം എന്ന ബോധത്തോടെ പ്രതിഫലിച്ചു കൂടാതെ ഉചിതമായ സ്ഥലത്ത് വെച്ച് ഉചിതമായ കാലത്ത് അർഹമായ വ്യക്തിക്ക് മാത്രം കൊടുക്കുക. രജോ ഗുണികളോ ഫലദ്വേഷത്തോടുകൂടി പ്രത്യുപകാര പ്രതീക്ഷയോടെ പൂർണ്ണ സമ്മതമില്ലാതെ ചെയ്യുക എന്ന് പറയുന്നത്. തമസ്സുകളുള്ളവരോ ഉചിതമല്ലാത്ത കാലത്ത് അഭിഷുദ്ധമായ സ്ഥലത്ത് അനർഹരായവർക്ക് ആദരവും കൂടാതെ അവജ്ഞയോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് തമോ ഗുണികൾ ചെയ്യുക. അപ്പൊ നമ്മൾക്ക് എപ്പോഴും വേണ്ട എന്നാണ്, നമുക്ക് സത്വഗുണമാണ്. കാരണം സത്വഗുണികളാണ് ശുദ്ധ സത്വത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഭഗവാനെ അർപ്പിക്കാൻ വേണ്ടല്ലേ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഭഗവാൻ പറയുന്നത് എവിടെയാ പോകുന്നത്, ഭഗവത് ധാമത്തിലേക്ക് പോകുന്ന ഭഗവാൻ പറയുന്നല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഈ ഭഗവാൻ ഈ 3 ഗുണങ്ങളെ പറ്റി ചോദിച്ചത് അർജുനനാണെങ്കിലും അതിനെ ക്ലാസിഫൈ ചെയ്ത് 3 ഗുണങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ സ്വഭാവം പറഞ്ഞു തരുമ്പോഴോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഏതാണോ വേണ്ടതെന്ന് മനസ്സിലാക്കുക. നമ്മളെ സ്വഭാവം ആ സമയത്ത് നമ്മുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളിൽ ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം എന്താണെന്നുള്ളത്. അതനുസരിച്ച് നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മൾക്ക് ഏത് ഗുണത്തിലാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കുറേശ്ശെ നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മനസ്സിൽ ഓം തത്സത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നല്ല കാര്യങ്ങളും കൂടെ ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അശ്രദ്ധയ ഹുദം ദത്തം തപസ്തപ്തം കൃതം ചയത് വസതിത്യുച്യതേ പാർത്ഥ നച തത് പ്രയത്നോ ഇഹ. പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസം കൂടാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും അസത് എന്ന് പറയപ്പെടുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സത്ത് എന്നും അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അസത് എന്നും പറയപ്പെടുന്നു. ക്ഷണികങ്ങളായ അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനമാണ്. കാരണം അത് ചെയ്തിട്ട് യാതൊരു ഗുണമില്ല. കാരണം അതിന്ന് വരുന്ന കർമ്മക്കണക്കുകൾ എന്താണ്, നമ്മൾ ഓരോരോ കർമ്മങ്ങൾ കൂട്ടി നമ്മുടെ തോൾ സഞ്ചിയിൽ സാധനങ്ങൾ കൂട്ടുക എന്നല്ലാണ്ട് പാതാളത്തിലേക്ക് പോകാന്നല്ലാണ്ട് അത് വെയിറ്റ് ഉണ്ടല്ലേ, വേറെ യാതൊരു ഗുണമില്ല. അതേസമയം നമ്മൾ ഭഗവാന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഓം തത്സത് എന്ന് പറഞ്ഞുകൊണ്ട് അർപ്പിക്കുന്നു, ചെയ്യുന്നത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്ക് കർമ്മങ്ങളൊന്നും വരുന്നില്ല. കർമ്മങ്ങളില്ലാത്തടത്തോളം കാലം എപ്പോഴും നമ്മൾക്ക് ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് അല്ലേ. നമ്മുടെ തോൾ സഞ്ചിയുടെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതുക്കനെ സുഖമായിട്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ് നേരത്തെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ